എന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ അഴിമതിയുടെ ഒരു സങ്കടകരമായ വശം എന്ന് പറയുന്നത് പലരും സ്വന്തം ആകെയുള്ള സമ്പാദ്യം പോലും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. പല ചെറിയ കുട്ടികളും സ്വന്തം കുടുക്ക പൊട്ടിച്ചു പോലും സംഭാവന നൽകിയിട്ടുള്ള തുകയാണ് ഇത്തരത്തിൽ സാമ്പത്തിക ഭദ്രതയുള്ളവർ കള്ളവഴികളിലൂടെ തട്ടിയെടുക്കുന്നത് എന്നുള്ളതാണ് ഏറെ ദുഃഖകരം. വിജിലൻസിന്റെ അന്വേഷണം ആരംഭിക്കുന്നത് പോലും ഒരു ചില ഏജന്റുമാർ, ചില ഇടനിലക്കാർ നിന്നുകൊണ്ട് ഈ പണം തട്ടിയെടുക്കുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ അക്ഷയ കേന്ദ്രങ്ങളിൽ അപേക്ഷ സമർപ്പിക്കാൻ എത്തുന്നവരെ കൃത്യമായി ഡോക്ടർമാർക്കും ഈ റവന്യൂ ഉദ്യോഗസ്ഥർക്കും മുമ്പിൽ എത്തിക്കാൻ കണ്ണികൾ ഉണ്ട് എന്നുള്ളതാണ് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും കൂടുതൽ വലിയ വലിയ തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് വിജിലൻസിന്റെ പ്രതീക്ഷ. അത്തരം നീക്കങ്ങളിലേക്ക് കടക്കാൻ വിജിലൻസിനും കഴിയട്ടെ എന്ന് നമുക്കും കരുതാം. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് മലപ്പുറത്തേക്കാണ്. മലപ്പുറത്ത് CV അനുമോദ് തയ്യാറായി നിൽക്കുകയാണ്. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് CPMന്റെ പ്രതിരോധ ജാഥ അതിന്ന് മലപ്പുറം ജില്ലയിലേക്ക് കടക്കുകയാണ്. എന്താണ് ജാഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ? അവിടെ എങ്ങനെയാണ് ജാഥയ്ക്കുള്ള സ്വീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്? മറ്റ് രാഷ്ട്രീയമായ പശ്ചാത്തലം കൂടി പരിശോധിക്കുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതിരോധ ജാഥ മലപ്പുറം ജില്ലയിലേക്ക് കടക്കുമ്പോൾ? ഗുഡ് മോർണിംഗ് സജിത്, ഗുഡ് മോർണിംഗ് ആര്യ. ഇന്ന് CPMന്റെ ജനകീയ പ്രതിരോധ ജാഥ മലപ്പുറം ജില്ലയിൽ 5 ഇടങ്ങളിലാണ് പര്യടനം നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാവിലെ 8 മണിക്ക് MV ഗോവിന്ദൻ മാസ്റ്റർ മലപ്പുറത്തെ പ്രമുഖരുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. മലപ്പുറത്തെ ഒരു ഹോട്ടൽ, അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ തന്നെയാണ് കൂടിക്കാഴ്ച ഒരുക്കിയിട്ടുള്ളത്. മലപ്പുറത്തെ പ്രമുഖ വിവിധ മേഖലകളിലെ വ്യക്തിത്വങ്ങളുമായിട്ട് കൂടിക്കാഴ്ച. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, മലപ്പുറത്തേക്ക് വരുമ്പോൾ CPMന്റെ ഒരു ആക്രമണ ശൈലി എത്രമാത്രം മുസ്ലിം ലീഗിനെതിരെ ഇത്തവണ ഉണ്ടാകും എന്നതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. കാരണം ഇന്നലെ കൊണ്ടോട്ടിയിലും മലപ്പുറത്തും 2ഇടങ്ങളിൽ സ്വീകരണ യോഗങ്ങളിൽ പ്രസംഗിച്ചപ്പോഴും മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു പതിവ് രീതി നമുക്ക് കാണാൻ സാധിച്ചില്ല. പകരം ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെ തന്നെ BJPയും, ജമാഅത്തെ BJP RSS ചർച്ചയെക്കുറിച്ചായിരുന്നു ഏറ്റവും അധികം ഗോവിന്ദൻ മാസ്റ്റർ ഈ ഒരു പ്രസംഗത്തിൽ പരാമർശിച്ചത്. അതുപോലെ തന്നെ കോൺഗ്രസിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ കടന്നാക്രമണം കൊണ്ട്. പക്ഷേ മുസ്ലിം ലീഗിനെ പേരെടുത്ത് ഇന്നലെ മലപ്പുറത്ത് വലിയ തോതിലൊരു ആക്രമണം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ നമുക്ക് മലപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൂടെ CPMന്റെ ഈ ജനകീയ പ്രതിരോധ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ലീഗിനെതിരെ എന്തെല്ലാം കാര്യങ്ങൾ ഉന്നയിക്കുമെന്നത് തന്നെയാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. കാരണം നമുക്കറിയാം, മാറുന്ന സാഹചര്യത്തിൽ പലപ്പോഴും ലീഗിൻ്റെ നിലപാടുകളെ പ്രശംസിക്കുന്ന ഒരു CPMന്റെ നയം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ മുസ്ലിം ലീഗിനെതിരെ CPM ഏതെല്ലാം തരത്തിൽ നിലപാടുകൾ സ്വീകരിക്കും, എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിക്കും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടതാണ്. എന്തായാലും മുൻപൊക്കെ അങ്ങനെയായിരുന്നു, ഇന്ന് അതിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്താണെങ്കിലും രാവിലെ ആദ്യം വേങ്ങരയിലാണ് ജാഥയുടെ സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് തിരൂരാണ് സമാപനവും. സജിത്, ആര്യ. അനുമോദ്, ഇന്ന് ഈ MV ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കാണുമ്പോൾ ശ്രദ്ധേയമായൊരു ചോദ്യം ഉണ്ടായി വരിക, ഇന്ന് CM രവീന്ദ്രൻ അദ്ദേഹം EDക്ക് മുന്നിൽ ഹാജരാകുന്നു എന്നതാണ്. CPMനെ സംബന്ധിച്ച് വളരെ പ്രതിരോധത്തിലാവുന്ന ഒരു ദിവസമാണിന്ന്. പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനം തിരുവനന്തപുരത്ത് ഇന്ന് പുനരാരംഭിക്കുകയും കൂടി ചെയ്യുന്നു എന്നുകൊണ്ട് എന്തായിരിക്കും ഇന്ന് MV ഗോവിന്ദൻ ഈ വിഷയത്തെ നേരിടുന്നത്? ഏത് ശൈലിയിലാണ്? സ്വാഭാവികമായും ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരികില്ലേ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ? തീർച്ചയായും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കേരളത്തിലെ സംഭവവികാസവും CM രവീന്ദ്രൻ EDക്ക് മുൻപിൽ ഹാജരാകുന്ന കാര്യം തന്നെയാണ്. നമുക്കറിയാം, CPMനെ സംബന്ധിച്ച് വളരെ പ്രതിരോധിക്കേണ്ട അല്ലെങ്കിൽ പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യം ഈ ഒരു വിഷയത്തിൽ ഉണ്ട്. എങ്ങനെയാകും ഈ ഒരു വിഷയത്തിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം എന്നതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ളത്. കാരണം നമുക്കറിയാം, EDക്കെതിരെയുള്ള കടന്നാക്രമണങ്ങൾ സ്വാഭാവികമായിട്ടും CPMന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായിട്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ശിവശങ്കരനെ ചോദ്യം ചെയ്യുന്നത് പോലെയല്ല രവീന്ദ്രനിലേക്ക് ED എത്തുമ്പോഴുള്ള ആ ഒരു സാഹചര്യം. ആ ഒരു തരത്തിൽ CPMലേക്ക് ED അടുക്കുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിലേക്ക് ED അടുക്കുന്നു എന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുമ്പോൾ വലിയ തോതിൽ ഒരു വിമർശനം ഉന്നയിച്ചതുകൊണ്ട് മാത്രം EDയെ ഈ നിലപാടുകളെ പ്രതിരോധിക്കാനാകില്ലെന്ന് വ്യക്തമാണ്. ഒന്നുകിൽ ഈ വിഷയത്തിൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകും അദ്ദേഹം ശ്രമിക്കുക, അതല്ലെങ്കിൽ EDക്കെതിരെ സാധാരണ ചെയ്യുന്നത് പോലെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുക. എന്നാണെങ്കിലും ഈ ചോദ്യങ്ങൾ ഇന്ന് ചോദിക്കപ്പെടും എന്ന് വ്യക്തമാണ്. പക്ഷേ ഉത്തരങ്ങൾ, അല്ലെങ്കിൽ വ്യക്തമായ ഉത്തരം
അദ്ദേഹത്തിന് നമുക്ക് ലഭിക്കുമോ എന്നത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. രാവിലെ 9 മണിക്കാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുമെന്ന് അറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഉത്തരങ്ങൾ അത് ലഭിക്കുമോ എന്നുള്ളത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക്